നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഒരു വമ്പൻ ട്രേഡ് ഡീലിന് ശ്രമിക്കുന്നതായി റിപ്പോർട്ട്. ഓസീസിനെ കെട്ടുകെട്ടിച്ചെങ്കിലും ലോകകപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കവേ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ഇന്ത്യയെ വലയ്ക്കുകയാണ്. ലോകകപ്പിന് മുമ്പ് ഉത്തരം കിട്ടേണ്ട ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓസ്ട്രേലിയക്കെതിരായ പരമ്പര നേട്ടത്തോടെ ICCയുടെ T20 ലോകകപ്പിനുള്ള പടയൊരുക്കം ഇന്ത്യ ഒന്നുകൂടി ഊർജിതമാക്കിയിരിക്കുകയാണ്. T20 ഫോർമാറ്റിൽ നിലവിൽ ലോകത്തിലെ ബെസ്റ്റ് തങ്ങളാണെന്ന് വീണ്ടും അടിവരയിട്ടാണ് ഓസീസിനെ അവരുടെ നാട്ടിൽ ഇന്ത്യ 2-1 വരെ തീർത്തത്. ആദ്യ മത്സരം തോറ്റ ശേഷമായിരുന്നു ശക്തമായ തിരിച്ചുവരവ് നടത്തിയ സൂര്യകുമാർ യാദവും സംഘവും പരമ്പര കൈക്കലാക്കിയത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന T20 ലോകകപ്പിന് മുമ്പ് ഇനി ഇന്ത്യയ്ക്ക് മുന്നിലുള്ളത് വെറും 10 T20കൾ മാത്രമാണ്. ശരിയായ ടീം കോമ്പിനേഷൻ ഉറപ്പിക്കാൻ ലഭിക്കുന്ന അവസാനത്തെ അവസരം കൂടിയാവും ഈ മത്സരങ്ങൾ. ഇന്ത്യൻ T20 ടീമിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ്. നായകസ്ഥാനം ഏറ്റെടുത്ത ശേഷം ബാറ്റിംഗിലെ തന്റെ പഴയ മാജിക്കൽ ടച്ച് പൂർണ്ണമായി നഷ്ടമായതുപോലെയാണ് അദ്ദേഹം കാണപ്പെടുന്നത്. ഓസ്ട്രേലിയക്കെതിരെയെങ്കിലും സ്കൈ താളം വീണ്ടെടുക്കുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. പരമ്പരയിലെ 4 ഇന്നിംഗ്സുകളിലായി 49 ബോളുകളാണ് സൂര്യ നേരിട്ടത്. 84 റൺസ് നേടുകയും ചെയ്തു. 171.42 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനായെന്നത് നല്ല സൂചനയാണ്. പക്ഷെ വലിയൊരു സ്കോർ പോലും പരമ്പരയിൽ സൂര്യ നേടിയില്ല. 24 ബോളിൽ 39, 4 ബോളിൽ 1, 11 ബോളിൽ 24, 10 ബോളിൽ 20 എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സ്കോറുകൾ. തൊട്ടുമുമ്പ് കളിച്ച ഏഷ്യാ കപ്പിലും സൂര്യയുടെ പ്രകടനം പരിതാപകരമായിരുന്നു. 6 ഇന്നിംഗ്സുകളിൽ വെറും 18 മാത്രം ശരാശരിയുള്ള അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 101.40 കഴിഞ്ഞ വർഷത്തെ ICC T20 ലോകകപ്പിന് ശേഷമുള്ള സൂര്യയുടെ പ്രകടനമെടുത്താൽ അതൊട്ടും സന്തോഷിക്കാൻ വക നൽകുന്നതല്ല. 24 ഇന്നിംഗ്സുകളിൽ നേടിയത് വെറും 2 50കൾ മാത്രം. ശരാശരി 19.71, സ്ട്രൈക്ക് റേറ്റ് 147.85. ക്യാപ്റ്റൻസിയുടെ സമ്മർദ്ദം സൂര്യയുടെ ബാറ്റിംഗിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. നായകസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് കൂടുതൽ ഒഴുക്കോടെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനായിരുന്നു. ക്യാപ്റ്റൻ അല്ലാതെ 89 ഇന്നിംഗ്സിലായി 161.41 സ്ട്രൈക്ക് റേറ്റിൽ 2754 റൺസാണ് സൂര്യ വാരിക്കൂട്ടിയത്. 4 സെഞ്ചുറിയും 21 50യും ഇതിൽ ഉൾപ്പെടും. പക്ഷെ ക്യാപ്റ്റനായത് മുതൽ 31 ഇന്നിംഗ്സിൽ 154.54 സ്ട്രൈക്ക് റേറ്റിൽ 714 റൺ മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ. 1 സെഞ്ചുറിയും 4 50യും മാത്രമേ ഇതിലുള്ളൂ. ലോകകപ്പിൽ ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല, ബാറ്റിംഗിലും സൂര്യയുടെ മികച്ച സംഭാവനകൾ ടീമിന് ആവശ്യമാണ്. T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ മറ്റൊരു തലവേദന വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലിന്റെ മോശം ഫോമാണ്. ഓപ്പണിംഗിലേക്ക് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കം അബദ്ധമായെന്നാണ് ഏഷ്യാകപ്പിനു പിന്നാലെ ഓസ്ട്രേലിയൻ പര്യടനവും തെളിയിക്കുന്നത്. സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡി ഓപ്പണിംഗിൽ കസറവയാണ് ഗില്ലിനെ തീർത്തും അനാവശ്യമായി ടീമിലേക്ക് തിരികെ കയറ്റിയത്. ഇത് ടീമിന്റെ ഓവറോൾ ബാലൻസും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മോശം സ്ട്രൈക്ക് റേറ്റാണ് ഗില്ലിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കഴിഞ്ഞ ഏഷ്യാകപ്പിൽ ഒരു 50 പോലുമില്ലാതെ വലഞ്ഞ ഗില്ലിന് ഓസീസിനെതിരായ പരമ്പരയിലും ഇതിന് സാധിച്ചില്ല. അദ്ദേഹം ഇതേ ഫോം തുടർന്നാൽ ലോകകപ്പിൽ സഞ്ജു അഭിഷേക് ജോഡിയെ വീണ്ടും ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കേണ്ടിയും വന്നേക്കും. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനും IPLൽ അവരുടെ എക്കാലത്തെയും ഉയർന്ന റൺവേട്ടക്കാരനുമായ സഞ്ജു സാംസണിന് പകരമായി രവീന്ദ്ര ജഡേജയെയും യുവ ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രെവിസിനെയും CSKയിൽ നിന്ന് സ്വന്തമാക്കാനാണ് റോയൽസ് ലക്ഷ്യമിടുന്നത്. സഞ്ജുവിനും ജഡേജയ്ക്കും വേണ്ടിയുള്ള കൈമാറ്റം ഏതാണ്ട് അന്തിമഘട്ടത്തിലാണെങ്കിലും ബ്രെവിസിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന രാജസ്ഥാൻ റോയൽസിന്റെ കടുംപിടുത്തമാണ് ചർച്ചകളിൽ തടസ്സം സൃഷ്ടിക്കുന്നത്. ബ്രെവിസിനെ തങ്ങളുടെ ഭാവി വാഗ്ദാനമായി കാണുന്ന CSK താരത്തെ വിട്ടുകൊടുക്കാൻ മടിക്കുകയാണ്. രവീന്ദ്ര ജഡേജയെ IPL കരിയർ ആരംഭിച്ച രാജസ്ഥാൻ റോയൽസിലേക്ക് തിരികെ ട്രേഡ് ചെയ്യാൻ CSK സമ്മതം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രെവിസിനെ നൽകാനാവില്ല എന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. IPL 2025 സീസണിന്റെ മധ്യത്തിൽ ടീമിലെത്തിയ ശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡെവാൾഡ് ബ്രെവിസിനെ ഫ്രാഞ്ചൈസിയുടെ ഭാവി താരമായാണ് ചെന്നൈ കാണുന്നത്. നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇത് നടക്കുകയാണെങ്കിൽ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും ചരിത്രപരവുമായ കളിക്കാർ തമ്മിലുള്ള കൈമാറ്റങ്ങളിലൊന്നായി ഇത് മാറും. IPL 2026 മുന്നോടിയായുള്ള ഈ നീക്കം ലീഗിൽ വലിയ അഴിച്ചുപണിക്ക് വഴിയൊരുക്കും. സഞ്ജു സാംസൺ, രവീന്ദ്ര ജഡേജ എന്നിവർക്ക് $18 കോടി രൂപയുടെ ഉയർന്ന സാലറി സ്ലാബാണുള്ളത് എന്നതിനാൽ സാമ്പത്തികമായി ഈ ട്രേഡ് സന്തുലിതമാണ്. പക്ഷേ ബ്രെവിസിനെ ഉൾപ്പെടുത്തുന്നതിലെ തർക്കമാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം.